ഹായ് സ്റ്റുഡൻസ്, ഫണ്ടമെൻ്റൽസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ആദ്യ 2 ചാപ്റ്ററുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് 3rd ചാപ്റ്റർ ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റീസ്. ആദ്യ 2 ചാപ്റ്ററുകളിലായിട്ട് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് എൻവയോൺമെൻറ്റ് അതുപോലെ തന്നെ റിസ്ക് ആൻഡ് റിട്ടേൺസ് നമ്മൾ ഡീപ്പായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റീസ് എന്ന 3ാമത്തെ ചാപ്റ്ററാണ്. ഓക്കെ, സെക്യൂരിറ്റീസ്, ഷെയർ, ഡിബഞ്ചർ, ബോണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് തവണ കേൾക്കലുണ്ട്. സെക്യൂരിറ്റീസ് എന്നുള്ള ആ ഒരു ടേം എന്താണ്? ഓക്കെ, നമുക്ക് ഇതിൽ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് എന്താണ് സെക്യൂരിറ്റീസ്, ഏതൊക്കെ ടൈപ്സ് സെക്യൂരിറ്റീസ് ഉണ്ട്, പിന്നെ എന്താണ് ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റീസ്, മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ഏതൊക്കെയുണ്ട്, ദെൻ ബോണ്ടിൻ്റെ ടൈപ്സ്, ബോണ്ട് റിസ്കുകൾ ഏതൊക്കെയാണ്, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, സോ നമുക്ക് ആദ്യം മുതൽ നോക്കാം എന്താണ് സെക്യൂരിറ്റീസ്. ഇറ്റ് ഈസ് എ എവിഡൻസ് ഓഫ് കോർപ്പറേഷൻസ് ഡെപ്റ്റ് ഓർ പ്രോപ്പർട്ടി. ഇല്ലേ, സെക്യൂരിറ്റീസ് എന്താണ്? ഒരു പ്രൂഫാണ്, ഒരു ട്രാൻസാക്ഷൻ നടത്തിയതിൻ്റെ ഒരു പ്രൂഫ്. ഒരു ഇൻവെസ്റ്റർ അയാളെ കയ്യിലുള്ള ക്യാഷ് ഒരു ഓർഗനൈസേഷന് കൊടുത്തു എന്നുള്ളതിൻ്റെ ഒരു പ്രൂഫാണ്. കൊടുക്കുക എന്ന് പറയുമ്പോൾ 2 രീതി കൊടുക്കുക, അല്ലേ? ഒന്ന് കടമായിട്ട് കൊടുക്കുക, ഡെപ്റ്റ്, ഇല്ലേ, ഡിബഞ്ചറിലോ ബോണ്ടോ ഒക്കെ ആയിട്ട്. അല്ലെങ്കിലോ ഒരു കമ്പനി അവരെ ഫണ്ട് റൈസ് ചെയ്യുമ്പോൾ ഇനീഷ്യൽ പബ്ലിക് ഓഫറിലൂടെയൊക്കെ കമ്പനി ഫണ്ട് റൈസ് ചെയ്യുന്ന സമയത്തും ക്യാഷിന്, അല്ലേ, പകരം നമ്മളെന്ത് ചെയ്യാണ്? ഓണർഷിപ്പ് വാങ്ങുക, അല്ലേ, നമ്മൾ ഷെയർ വാങ്ങുക. ഈ 2 രീതിയിൽ നമുക്ക് കമ്പനിക്ക് ക്യാഷ് കൊടുക്കുക, ട്രാൻസാക്ഷൻ നടത്തുക. ഓക്കെ, ആദ്യം നമ്മൾ കടമായിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞ്, രണ്ടാമത്തത് ആ കമ്പനീൻ്റെ ഷെയർ വാങ്ങുക. ക്യാഷ് വാങ്ങിയിട്ട് പകരം എന്താണ്? ഓണർഷിപ്പാണ് നമ്മൾ വാങ്ങണത്, അല്ലേ? ക്യാഷ് കൊടുത്തിട്ട് നമ്മൾ ഓണർഷിപ്പാണ്. ഈ ഒരു 2 എന്താണ് പറയുക? സെക്യൂരിറ്റി എന്നാണ് പറയുക. കടമായിട്ട് കൊടുക്കണതിനും നമ്മൾ ഓണർഷിപ്പ് വാങ്ങണതിനും. ഓക്കെ, ഇത് 2 സെക്യൂരിറ്റീസ് എന്നാണ് പറയുക. ഓക്കെ, ഇറ്റ് ഈസ് എ പ്രൂഫ് ദാറ്റ് ഓർഗനൈസേഷൻ ഹാസ് ടേക്ക് ദ മണി ഗിവൺ സംതിങ് ഇൻ റിട്ടേൺ. ഓക്കെ, ഇവിടെ ഈ സംതിങ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ നമുക്ക് തെളിവാണ്. നമുക്കൊരു തെളിവ്, നമ്മളെ കയ്യിൽ നിന്ന് പൈസ കമ്പനി വാങ്ങിയിട്ടുണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് കമ്പനി തരാം. അതാണ് എന്ത്? സെക്യൂരിറ്റീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് എൻ എവിഡൻസ് ഓഫ് കോർപ്പറേഷൻസ് ഡെപ്റ്റ് ഓർ പ്രോപ്പർട്ടി. ഇല്ലേ, എന്താണ്? ആ കമ്പനി കടക്കാരനാണ്, അല്ലെങ്കിൽ കമ്പനീൻ്റെ പ്രോപ്പർട്ടീൻ്റെ, അല്ലേ, കമ്പനി കൊടുക്കാണ്ട് എന്ന് പറയുന്നതിൻ്റെ ഒരു തെളിവ്. അതാണ് ഈ സെക്യൂരിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ സെക്കൻഡ്, സെക്യൂരിറ്റി ഈസ് എ ടൈപ്പ് ഓഫ് ട്രാൻസ്ഫറബിൾ ഇൻട്രസ്റ്റ് റെപ്രസെൻറ്റിങ് എ ഫൈനാൻഷ്യൽ വാല്യൂ. ഓക്കെ, ഒരു ഫൈനാൻഷ്യൽ വാല്യൂ ഉള്ള ഒരു പരിധി വരെയൊക്കെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നൊരു സാധനം. അതാണ് എന്ത്? സെക്യൂരിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഒരു ഷെയർ വാങ്ങിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു കമ്പനീൻ്റെ 10 ഷെയർ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനെന്തുണ്ട്? ആ ഒരു 10 ഷെയറിൻ്റെ മൂല്യം അതിനുണ്ട്, അതിനൊരു വിലയുണ്ട്. അതുപോലെ തന്നെ ഡിബഞ്ചർ ആണെന്നുണ്ടെങ്കിൽ അതിനൊരു വിലയുണ്ട്. അതാണ് ഫൈനാൻഷ്യൽ വാല്യൂ റെപ്രസെൻറ്റ് ചെയ്യുന്ന ട്രാൻസ്ഫറബിൾ ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റാണ് എന്ത്? സെക്യൂരിറ്റി എന്നുള്ളത്. ഓക്കെ, അടുത്ത് നോക്കാം. സർട്ടിഫിക്കറ്റ് ഓഫ് ടൈറ്റിൽ എവിഡൻസിങ് ദാറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഹാവ് ബീൻ മെയ്ഡ് ഇൻ ദ ക്യാപിറ്റൽ ഓഫ് എ എൻറ്റിറ്റി. ഓക്കെ, ഒരു എൻറ്റിറ്റീൻ്റെ ക്യാപിറ്റലിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തു എന്ന് പറയുന്ന, ഒരു കമ്പനീൻ്റെ ക്യാപിറ്റലിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് എന്ന് തെളിയിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റാണ് ഇത് സെക്യൂരിറ്റി എന്നുള്ളത്. ഓക്കെ, അതിനൊരു ഫൈനാൻഷ്യൽ വാല്യൂ ഉണ്ട്. ഇപ്പോൾ ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ ആണല്ലോ ഇത്തരത്തിലുള്ള ഐറ്റംസ് വരാറുള്ളത്. നമ്മൾ കണ്ടിട്ടുണ്ട്. എന്താണ്? ക്രെഡിറ്റേഴ്സ്, അതുപോലെ തന്നെ ക്യാപിറ്റലൊക്കെ. അതാണ് ഒരു കമ്പനീൻ്റെ ക്യാപിറ്റലിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് എന്ന് തെളിയിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റിനെയാണ് എന്ത് പറയുന്നത്? സെക്യൂരിറ്റി എന്ന് പറയുന്നത്. ടൈപ്സ് ഓഫ് സെക്യൂരിറ്റീസ് നമുക്കിനി ഡിസ്കസ് ചെയ്യാനുള്ളത് എന്തൊക്കെ സെക്യൂരിറ്റീസ് ഉണ്ട്. ഫസ്റ്റ് വൺ, ഇക്വിറ്റി.
ഇക്വിറ്റി ഒരു സെക്യൂരിറ്റിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ല, ഇക്വിറ്റി ഒരു സെക്യൂരിറ്റിയാണ്. എങ്ങനെ? ഇറ്റ് ഈസ് ആൻ ഓർഡിനറി ഷെയർ ഇൻ ദ കമ്പനി. നമ്മളെന്താണ് പൈസ കൊടുത്തിട്ട് ആ കമ്പനീൻ്റെ ഷെയർ വാങ്ങുകയാണ്, കമ്പനീൻ്റെ ഓണർഷിപ്പാണ് നമ്മൾ വാങ്ങുന്നത്. ഓക്കെ, അപ്പോൾ ഇവന് ഓണർഷിപ്പ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കമ്പനി നമുക്കൊരു തെളിവ് തരും, അതാണ് സെക്യൂരിറ്റി. ഓക്കെ, ഇറ്റ് ഈസ് ആൻ ഓർഡിനറി ഷെയർ ഇൻ എ കമ്പനി, കമ്പനീൻ്റെ ഓർഡിനറി ഷെയർ. പീപ്പിൾ ബൈങ് ഇറ്റ് വിത്ത് ആൻ ഇൻറ്റൻഷൻ ഓഫ് ഗെറ്റിംഗ് പാർട്ട് ഓഫ് ദ പ്രോഫിറ്റ് മെയ്ഡ് ബൈ ദി കമ്പനി ദാൻ ഇൻട്രസ്റ്റ്. ഓക്കെ, ആ കമ്പനി മെയ്ഡ് ചെയ്യുന്ന, കമ്പനി ഉണ്ടാക്കുന്ന പ്രോഫിറ്റിൻ്റെ ഒരു നിശ്ചയ ശതമാനം കിട്ടണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു ഇക്വിറ്റി വാങ്ങുന്നത്. ഓക്കെ, നമുക്ക് ഇതിനെ വേരിയബിൾ സെക്യൂരിറ്റി എന്ന് പറയാം, ഇല്ലേ? കമ്പനി ഇതിൻ്റെ റിട്ടേൺ എപ്പോഴും എന്തുണ്ടാവും? വേരിയബിൾ ആയിരിക്കും. ഇപ്പോൾ ഡിവിഡൻ്റാണല്ലോ നമ്മൾ ഇതിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യണത് ഇക്വിറ്റി വാങ്ങുമ്പോൾ. അപ്പോൾ എന്താണ് ഇത്? ഒരു വേരിയബിൾ ഇൻകമാണ്. ഇനി ഡെപ്റ്റ് സെക്യൂരിറ്റി. ഓക്കെ, ഡെപ്റ്റ് സെക്യൂരിറ്റി എന്താണ്? ഒരു പ്രീഡിറ്റർമിൻഡ് ആയിട്ട്, അല്ലേ? നമ്മൾ ഓൾറെഡി ഒരു അഗ്രിമെൻറ്റിൻ്റെ ബേസിൽ നമ്മൾ എന്ത് ചെയ്യാണ്? ഇത്ര ശതമാനം ഇൻട്രസ്റ്റ് വേണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ക്യാഷ് കടം കൊടുക്കുക ചെയ്യുന്നത്. ഓക്കെ, ഒരു കോൺട്രാക്റ്റിൻ്റെ ഒക്കെ ബേസിൽ ഇത്ര പീരീഡിന് ഇത്ര ശതമാനം ഇൻട്രസ്റ്റ് തരണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു കോൺട്രാക്റ്റ് ഉണ്ടാക്കുകയാണ്. ഓക്കെ, എന്നിട്ട് നമ്മൾ പൈസ കടം കൊടുക്കുകയാണ്. അതാണ് ഡെപ്റ്റ് സെക്യൂരിറ്റീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദിസ് ഈസ് പോപ്പുലർലി നോൺ ആസ് ബോണ്ട് എന്നാണ് പോപ്പുലറായിട്ട് ഇതിന് പറയാറുള്ളത്, ഡെപ്റ്റ് സെക്യൂരിറ്റീസിന്. ഓക്കെ, ഒരു നിശ്ചിത പീരീഡിൽ അല്ലെങ്കിൽ നിശ്ചിത ടേംസൊക്കെ വെച്ചിട്ട് ഇത്ര ഇൻട്രസ്റ്റ് കിട്ടണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ കമ്പനിക്ക് എന്ത് ചെയ്യാണ്? ക്യാഷ് കടം കൊടുക്കണേ. അതാണ് ഡെപ്റ്റ് സെക്യൂരിറ്റി. ഓക്കെ, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റീസ്. എന്താണ് ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റീസ് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്? ഓക്കെ, ഏതൊക്കെയുണ്ട്? ഡിബെഞ്ചർ, ബോണ്ട്, അതുപോലെ തന്നെ കുറച്ച് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ ഉണ്ട്. ഒക്കെ ഫിക്സഡ് ഇൻകം, ഓൾറെഡി പ്രീ ഡിറ്റർമിൻ ചെയ്ത് വെച്ചിട്ടുള്ള ഇൻകം, ഇല്ലേ? പ്രീ ഡിറ്റർമിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും, ഓൾറെഡി നമ്മൾ ഡിറ്റർമിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും അതിൻ്റെ ഇൻകം. ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റീസ് ആർ ദോസ് ഇൻവെസ്റ്റ്മെൻറ്റ് വിച്ച് പ്രൊവൈഡ് പ്രീ ഡിറ്റർമിൻ എമൗണ്ട് ഓഫ് എ ഇൻട്രസ്റ്റ് ഓൺ എ ഫിക്സഡ് പീരീഡ്. ഒരു നിശ്ചിത പീരീഡിൽ ഇത്ര ശതമാനം ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് തരും എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഇത്ര ശതമാനം ഇൻട്രസ്റ്റ് കൊടുക്കും എന്ന് പറഞ്ഞിട്ട് ഡിറ്റർമിൻ ചെയ്ത് വെച്ചിട്ടുള്ള സെക്യൂരിറ്റീസിനെയാണ് എന്ത് പറയണത്? ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റീസ് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ, ഹോൾഡേഴ്സ് ആർ ക്രെഡിറ്റേഴ്സ് നോട്ട് ഓണർ ഓഫ് ഇഷ്യൂവർ. എന്താണ് ഈ ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റീസിൻ്റെ ഹോൾഡേഴ്സ്? അത് വാങ്ങിയ ആൾക്കാർ ക്രെഡിറ്റേഴ്സാണ്, കമ്പനീൻ്റെ ക്രെഡിറ്റേഴ്സാണ് അവർ, ഓണേഴ്സ് അല്ല. ഇനി ഏതൊക്കെയാണ് ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റീസ് എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. ഓക്കെ, ഏതൊക്കെ ടൈപ്സാണ് ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റീസ്? ഫസ്റ്റ് വൺ, ഡിബഞ്ചർ, ഇല്ല? നിശ്ചിത പെർസെൻറ്റേജ്, സർട്ടൻ പെർസെൻറ്റേജ് ഡിബഞ്ചർ, ഇല്ല? അങ്ങനെയല്ലേ പറയല്? 9% ഡിബഞ്ചർ, ഫിക്സഡ് ആണ് ഓൾറെഡി. ദെൻ ഗവൺമെൻറ് സെക്യൂരിറ്റീസ്, ദെൻ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ്. മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്താണ്? നോട്ട്, അല്ലേ? മോർ ദാൻ 1 ഇയർ, ഒരു വർഷത്തിലേക്ക് കൂടുതലല്ല, ഒരു വിത്തിൻ 1 ഇയർ ഉണ്ട്, അല്ലേ? ഒരു വർഷം കൊണ്ട് തീരുന്ന സെക്യൂരിറ്റീസ്. ദെൻ ബോണ്ട്. ഓക്കെ, പബ്ലിക് കമ്പനികൾ, ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ ഇഷ്യൂ ചെയ്യുന്ന ഡെപ്റ്റ് സെക്യൂരിറ്റീസിനെയാണ് എന്ത് പറയുന്നത്? ബോണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതൊക്കെയാണ് ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റീസ് ഉള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഓരോന്ന് ഡീപ്പായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. എന്താണ് ഡിബഞ്ചർ എന്നുള്ളത്, അല്ലേ? ഡിബഞ്ചർ സിമ്പിളായിട്ട് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഡിബഞ്ചർ ഈസ് എ അക്നോളജ്മെൻറ്റ് ഓഫ് ഡെപ്റ്റ്, കടപ്പത്രം. A debenture is a debt security issued by a company which offer to pay interest on borrowed money for a certain period. ഒരു നിശ്ചിത പീരീഡിൽ, അല്ലേ? അവർ കടം വാങ്ങിയ പൈസക്ക് എന്താണ്? ഒരു നിശ്ചിത പെർസെൻറ്റേജ് ഇൻട്രസ്റ്റ് കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുള്ള ഇഷ്യൂ ചെയ്യണ ഒരു ഡെപ്റ്റ് സെക്യൂരിറ്റീസിനാണ് എന്ത് പറയണത്? ഡിബഞ്ചർ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇറ്റ് ഈസ് എ ഡോക്യുമെൻറ്റ് വിച്ച് എയ്തർ ക്രിയേറ്റ് ഡെപ്റ്റ് ഓർ അക്നോളജ് ഇറ്റ്. കമ്പനി
കമ്പനിനോട് കടപ്പെട്ടവനാണ് എന്ന് തെളിയിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ്. അതാണ് ഡിബഞ്ചർ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അക്നോളജ്മെൻറ്റ് ഓഫ് ഡെപ്റ്റ്. ഒരു നിശ്ചിത പേഴ്സൻറ്റേജ് ഒരു നിശ്ചിത പീരീഡിൽ ഇൻട്രസ്റ്റ് തരാം എന്ന് പറഞ്ഞിട്ട് കമ്പനി ഇഷ്യൂ ചെയ്യുന്ന സെക്യൂരിറ്റീസിനെയാണ്, ഡെപ്റ്റ് സെക്യൂരിറ്റീസിനെയാണ് എന്ത് പറഞ്ഞത്, ഡിബഞ്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. രണ്ടാമത്തേതാണ് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ്. എന്തൊക്കെ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്? ഓക്കെ. ഒരു വർഷത്തിൽ കുറവുള്ള മെച്യൂരിറ്റി പീരീഡുള്ള ഇൻസ്ട്രുമെൻറ്റ്സിനെയാണ് എന്ത് പറയുന്നത്, മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഒരു വർഷത്തിൽ കുറവ് മെച്യൂരിറ്റി പീരീഡുള്ള ഇൻസ്ട്രുമെൻറ്റ്സിനെയാണ് എന്ത് പറഞ്ഞത്, മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ.